ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ കുക്കിംഗ് പോട്ട് ആൻഡ് ദ സിക്കിൾ റിട്ടൺ ബൈ ഇടശ്ശേരി. അപ്പം പുത്തൻ കലവും അരിവാളും എന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കുക്കിംഗ് പോട്ട് ആൻഡ് ദ സിക്കിൾ. അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് കെ അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മോഡേണിസ്റ്റ് പോയിറ്റാണ്, ലിറ്ററി ക്രിട്ടിക്കാണ്, ആൻഡ് പിന്നെ ഒരു അക്കാഡമീഷ്യനാണ്, സ്കോളറാണ്. അപ്പോൾ മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ലിറ്ററി തിയറീസ് വെച്ചിട്ട് എഴുതിയ ഒരു വർക്കുകളൊക്കെ ക്രാഫ്റ്റ് ചെയ്തൊരു മനുഷ്യനാണ് കെ അയ്യപ്പ പണിക്കർ എന്ന് പറയുന്നത്. ആൻഡ് അപ്പം നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇടശ്ശേരി എഴുതിയതാണ്. അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് കെ അയ്യപ്പ പണിക്കർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ പോയിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം മലയാളം ലിറ്ററേച്ചറിൽ റൊമാൻറ്റിസിസം എന്നുള്ള തലത്തിൽ നിന്ന് റിയലിസം എന്നുള്ള തലത്തിലേക്ക് മലയാളം ലിറ്ററേച്ചറിനെ ഷിഫ്റ്റ് ചെയ്ത ആളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതായത് ലൈഫിൽ എന്ന് വെച്ചാൽ എപ്പോഴും പ്രകൃതി ഭംഗിയും അത് മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ മതിയോ? ഇല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പോർട്രേ ചെയ്യണം. സോ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഹാർഷ് റിയാലിറ്റീസ്, അതായത് ജീവിതത്തിലെ വളരെ ഹാർഷായിട്ടുള്ള റിയാലിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള ഗ്ലോറിഫിക്കേഷൻ നടത്താതെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പച്ചയായിട്ട് ഇദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിച്ചു. സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. അതായത് അർബനൈസേഷൻ്റെ കാര്യം, നേച്ചറിൽ അർബനൈസേഷൻ കൊണ്ടുവന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, റിലീജിയസ് ആൻഡ് കാസ്റ്റ് ഡിഫറൻസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. അതുപോലെ തന്നെ മിത്തുകളെ കുറിച്ച് എഴുതുന്നുണ്ട് അദ്ദേഹം. പിന്നെന്താണ്, നമ്മുടെ നാട്ടിലെ പുരാണാസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു റെവല്യൂഷണറി സ്പിരിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഒരു റെവല്യൂഷണറി പോയിറ്റാണ്, മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പോയിറ്റാണ്. അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു? ദ പോയറ്റ് ഓഫ് പവർ എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ശക്തിയുടെ കവി എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് പേജ് നമ്പർ 12 കൊടുത്തിട്ടുണ്ട്. പുത്തൻ കലവും അരിവാളും അത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ കറുത്ത ചെട്ടിച്ചികൾ, അത് മറന്നു പോകരുത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ് കൂട്ടുകൃഷി. സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡ് പോയട്രിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. നമ്മുടെ പോം എന്ന് പറയുന്നത് ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു പോമാണ്. അതൊരു സീരിയസ് ടോൺ ആയിട്ടുള്ള പോമാണ്. പിന്നെ ഇമോഷണലി നമ്മളെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പോമാണ്. നമ്മുടെ കേരളത്തിലൊരു ടിപ്പിക്കൽ ഫ്യൂഡൽ വില്ലേജ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഫ്യൂഡൽ വില്ലേജ് എന്ന് വെച്ചാൽ ലാൻഡ് ലോഡ്സ് വളരെ റിച്ച് പവർഫുള്ളും ആയിരിക്കും. അവർ ഫാർമേഴ്സിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര പൂർ ആയിട്ടുള്ള ആളുകളെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അതാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സ്ലേവ്സ് അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ്, അവരുടെ ആ ഒരു ഡിഫിക്കൽട്ട് ലൈഫ്, അവർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ലൈഫിൽ, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നില്ല, അവർക്കൊരു ഇക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു പവർഫുൾ മെസ്സേജാണ് ഈ ഒരു പോയത്തിനകത്തോട് ഇദ്ദേഹം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്തെന്ന് പറയുന്നത് ദ പോയറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത്. അതായത് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ദ പോയറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു വക്കീലിൻ്റെ ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ജപ്തി നടത്തിയ കാര്യങ്ങൾ, അതായത് ജപ്തി ഭീഷണി നേരിട്ട ആളുകളെക്കുറിച്ചും അവരുടെ ലൈഫിനെ കുറിച്ചും ഒക്കെ നല്ലപോലെ അറിയാം. ആൻഡ് അതുപോലെ തന്നെ ഈ ജപ്തി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പോയിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരുമാതിരി സാക്രിഫൈസ് ചെയ്യുന്നത് പോലെയാണ് അയാൾക്ക് തോന്നുന്നത്. അനിമൽ സാക്രിഫൈസ് നടത്തുന്നത്, അതായത് കുരുതി കൊടുക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് ഇയാൾക്ക് തോന്നുന്നത്, നമ്മുടെ പോയിറ്റിന് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കുക്കിംഗ് പോട്ട് ആൻഡ് സിക്കിൾ എന്ന് പറയുന്നത് അതേ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേരാണ് കോമൻ. അയാളൊരു ഫാർമറാണ്. അയാൾക്ക് ഈ പാട്ടം കൊടുക്കും, ഈ ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിൽ നിന്ന് പാട്ടമായിട്ട് മേടിക്കും, അതായത് റെൻ്റായിട്ട് ഭൂമി വാങ്ങിക്കും. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് പോലെ മാസാമാസം അല്ലെങ്കിൽ ഹാർവസ്റ്റിൻ്റെ സമയമാകുമ്പോൾ നെല്ലും ആർക്ക് കൊടുക്കണം? ഈ ലാൻഡ് ലോഡ്സിന് കൊടുക്കണം. അതാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം എന്ത് പ്രശ്നം വന്നാലും, വരൾച്ച വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും, ഹാർവസ്റ്റ് കുറവാണെങ്കിൽ പോലും അതിൻ്റെ നല്ലൊരു ശതമാനം ലാൻഡ് ലോഡ്സിന് കൊടുക്കണം. അതിനെ പാട്ടം കൊടുക്കുക എന്നാണ് പറയുന്നത്, പാട്ടത്തിന് എടുക്കുക എന്ന് പറയുന്നത്, അതായത് റെൻറ്റിന് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ആർക്ക് കൊടുക്കണം? നമ്മുടെ ലാൻഡ് ലോഡിന് കൊടുക്കണം. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ കോമൻ ഇതുപോലെ ഒരു അടിപൊളി ഹാർവസ്റ്റ് കിട്ടി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് വെച്ചേക്കുമായിരുന്നു. ഈ ഹാർവസ്റ്റ് കിട്ടുമ്പോൾ മോളുടെ ട്യൂഷൻ ഫീയും സ്കൂൾ ഫീയും ഒക്കെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഡൽ ലോഡും ഗവൺമെൻറ്റും കൂടി വന്നിട്ട് എന്ത് ചെയ്തു? അയാളുടെ ഈ പാട്ടത്തിന് കൊടുത്ത ആ ലോഡും അതിൻ്റെ ഓണറും ഗവൺമെൻറ് ഒഫീഷ്യൽസും കൂടെ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ഗ്രെയിൻസ് എല്ലാം കൂടെ കൊണ്ടെടുത്തുകൊണ്ടങ്ങ് പോയി. അപ്പോൾ ഈ സമയത്ത് കോമനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, കോമന് 2 ഹെൽപ്പേഴ്സ് ഉണ്ട്, ചാത്തപ്പനും ചേരു കോമനും. അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി. ബാക്കി എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട്, ബാക്കി എല്ലാ ഫാമേഴ്സിനെയും വിളിച്ചുകൊണ്ട്.
സോ ഇവിടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവർ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത് ആരും ലീഡറായിട്ടൊന്നും ആരും വന്നില്ല മുമ്പോട്ട്. എല്ലാവരോടും ഒരുമിച്ച് എന്ത് ചെയ്തു, ഇവരുടെ പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടി, പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി എല്ലാവരോടും ഒരുമിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതെന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് വിശപ്പെന്ന് പറയുന്ന കാര്യം അല്ലേ. അപ്പം അവർക്ക് എന്തു പറ്റി, അതിൽ നിന്ന് അവർക്കൊരു ധൈര്യം കിട്ടി, അവർ ജസ്റ്റിസിന് വേണ്ടി നീങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഈ ഒരു പോവമാണ്. ഇതിനെക്കുറിച്ച് മലയാളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. കോമൻ എന്താണ്, സമ്മറിന് മുന്നേ, അതായത് സമ്മർ സീസണിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഫാമിംഗ് നടത്താൻ വേണ്ടി കുഴികൾ ഉണ്ടാക്കുവാണ്, കുഞ്ഞു കുഞ്ഞു പിറ്റ്സ് ഉണ്ടാക്കുവാണ്, PITS കുഴികൾ ഉണ്ടാക്കുവാണ്. നല്ലപോലെ വിയർത്താണ് നമ്മുടെ സ്വെറ്റ് ചെയ്തിട്ടാണ് കോമൻ ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അയാൾക്ക് ഫിഷിംഗ് എന്ന് പറയുന്നത് ഫാമിംഗ് എന്ന് പറയുന്ന കോമന് വളരെ അധികം ഇഷ്ടമുള്ള പ്രൊഫഷനാണ്. അപ്പോൾ വിഷുവിൻ്റെ എന്നിട്ട് വിഷു ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഇടശ്ശേരിയുടെ കവിതകൾ ഒരു പ്രത്യേകതയാണ്, വിഷു എന്നുള്ള ഇമേജ് എപ്പോഴും കടന്നു വരും. വിഷു ഫെസ്റ്റിവലിനെ കുറിച്ച് എപ്പോഴും ആ ഇമേജ് എപ്പോഴും വരും കേട്ടോ. അപ്പോൾ പെസൻറ്റ്, അതായത് ഈ കോമൻ എന്ന് പറയുന്ന ഒരു പെസൻ്റാണ്, ഒരു ഫാമറാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ നടത്താൻ വേണ്ടി, അതായത് അഗ്രികൾച്ചർ ചെയ്യാൻ, ഫാമിംഗ് ചെയ്യാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കോമൻ്റെ ആ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇത് പിന്നെ എന്താണ്, കുഴികളുണ്ടാക്കി അതിനെ ചെയ്യുന്നതെന്ന് പറയുന്നത് റെയിനി സീസണിലാണ്. അപ്പോൾ ഒരുപാട് വെള്ളം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ നട്ട സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ പൊട്ടിക്കിളിക്കാൻ തുടങ്ങും. അപ്പോൾ കോമൻ ഒരു എക്സ്പേർട്ട് ഫാമറാണ്. അഗ്രികൾച്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും ആർക്കറിയാം, കോമൻ അറിയാം. അപ്പോൾ റെയിനി സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കോമൻ. അപ്പോൾ റെയിനി സീസൺ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിക്കിളിക്കും, സ്പ്രൗട്ട് ചെയ്യും സീഡ്സ് എല്ലാം. അപ്പോൾ കോമൻ്റെ ആ ഒരു സ്വെറ്റും റെയിനി സീസണും അതെല്ലാം എന്താണ്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ റീഡേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പാർട്ട് ഓഫ് ദ പോം എന്ന് പറയുന്നത് എന്താണ്, സീഡ്സ് സ്പ്രൗട്ട് ചെയ്ത് തുടങ്ങി, പൊട്ടിക്കിളിക്കാൻ തുടങ്ങി. എന്താണ്, ആ ഒരു ലാൻഡിനെ, അഗ്രികൾച്ചർ ലാൻഡിനെ പ്രിപ്പയർ ചെയ്യുവാണ് ഫാമിങ്ങിന് വേണ്ടി കോമൻ എന്തിനാ സ്വെറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ഫീൽഡ് ഇങ്ങനെ ആ ഒരു ഹൊറൈസണിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ, ഫ്രഷ് ഫീൽഡ് എന്ന് വെച്ചാൽ ആ ഒരു പൊട്ടിക്കിളിക്കുന്ന ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഗ്രാസ് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ ആ ഫ്രഷ് ആയിട്ടുള്ള ഫീൽഡിനെ കുറിച്ചൊക്കെ പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം കോമൻ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ലേബറാണെന്ന്, അല്ലെങ്കിൽ ഒരു ഫാമറാണെന്ന്. അപ്പം എല്ലാത്തിനെക്കുറിച്ചും അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം ടൈമിനനുസരിച്ചാണ് കോമൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ് ചെയ്യുന്നത്. സോയിങ് നടത്തുന്നത് റെയിനി സീസണിലാണ്. റെയിൻസ് എന്ത് ചെയ്യുക, അപ്പോൾ വെള്ളം നിറയും ഫീൽഡിനകത്ത്, അത് സ്പീഡ്നെസ് സ്പ്രൗട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഭയങ്കര ഹാപ്പിനെസ് ആണ് കോമൻ ആ സമയത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താണ്, അതായത് കാളകളെ കൊടുത്തിട്ടൊക്കെയാണ് സീഡ്സ് വാങ്ങിക്കുന്നത്. ആരാണ്, നമ്മുടെ കോമൻ. പിന്നെ അതായത് ഫാമിംഗ് വളരെയധികം പ്രിയപ്പെട്ടതാണ് കോമൻ എന്ന് കാണിക്കുവാണ്. അപ്പോൾ കോമനെ ഇവിടെ ആരോമൽ ചേകവർ, പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആരോമൽ ചേകവർ ഒരു വലിയൊരു വാരിയറായിരുന്നു, അതുപോലെ തന്നെയാണ് കോമനും. അഗ്രികൾച്ചറിൻ്റെ കാര്യം വരുമ്പോൾ കോമൻ ആരോമൽ ചേകറിനെക്കാട്ടിലും എന്താണ്, പവർഫുൾ ആണ്, അല്ലെങ്കിൽ ബ്രേവ് ആണെന്ന് പറയുവാണ് ഇവിടെ. അവിടെ ഒരു സിമിലി പോലെ പറയുന്നുണ്ട്. പിന്നെ കോമൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ്, കുഞ്ഞുങ്ങളുടെ ഫീസ് അടച്ചിട്ടില്ല. അപ്പോൾ എല്ലാം അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു ഫാമിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ധാന്യം വിറ്റിട്ട് വേണം കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുക. അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ആരും, അതുകൊണ്ട് കോമൻ. പിന്നീട് പോയിട്ട് നമ്മുടെ ഫാമിൽ വർക്ക് ചെയ്യുന്ന, എന്താ പറയുക, ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ കോൺവെർസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ആ ഒരു ഫാമേഴ്സിൻ്റെ ആ ഒരു ലൈഫിനെ കുറിച്ചാണ് ഫുള്ളായിട്ടും സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് എന്താണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫാമേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഹാർവെസ്റ്റിന് വേണ്ടി തഞ്ഞിട്ട് നിൽക്കുവാണ്. ഡ്രീംസ് ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. സീഡ്സ് എല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്രയും ലെവലിൽ സീഡ്സ് എല്ലാം എത്തി, അതായത് എല്ലാം വളർന്നു. ധാന്യം ഇനിയിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊയ്തെടുത്താൽ മതി. ഡിസംബറായി. കോമനും ഫാമിലിയും വളരെ എക്സൈറ്റഡ് ആണ്. അവർക്ക് ഒരുപാട് ഹാർവെസ്റ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, അതായത് ഒരുപാട് പൈസ കിട്ടും, അത് വെച്ച് ന്യൂ ഡ്രസ്സും ഗോൾഡും ഒക്കെ വാങ്ങിക്കണം. പിന്നെന്താണ്, എങ്ങനെ പണം ചെലവഴിക്കണം എന്നൊക്കെ കോമൻ ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പുതിയൊരു കുടമൊക്കെ വാങ്ങിക്കുന്നുണ്ട് കോമൻ. എന്നിട്ട് കോമൻ്റെ ഈ ഒരു ഡ്രീംസിനെയും കോമൻ്റെ ഫാമിലിയൊക്കെ പോയിട്ട് ഡ്രാഗൺ ഫ്ലൈയുമായിട്ട്, അതായത് മിന്നാമിനിങ്ങുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ശുഭകാര്യം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഫാമേഴ്സ്, അതായത് ഇവർ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആര് വരുന്നുണ്ട്, ഈ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നത്തിനെ കുറിച്ചാണ് പറയുന്നത്. കോർട്ട് ഓഫീസറും കോടതിയിൽ നിന്ന ആളും ലാൻഡ് ലോഡിൻ്റെ ആളുകളും എല്ലാം കൂടെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്,
കോമൻ നട്ട് വളർത്തിയ ആ ഒരു ചെടി, ധാന്യത്തിൻ്റെ എല്ലാം ഹാർവസ്റ്റ്, അതായത് ഗ്രെയിൻസ് എല്ലാം അവർ മെജോറിറ്റി എടുത്തുകൊണ്ട് പോകാൻ നോക്കുവാണ്. അപ്പോൾ കോമൻ്റെ ഡ്രീം അവിടെ തീരുവാണ്, ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു. പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഓഫീസേഴ്സിനെ നമ്മുടെ ബാർക്കിംഗ് ഡോഗ്സുമായിട്ട്, കുരയ്ക്കുന്ന പട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫിറോഷ്യസ് ആയിട്ട്, അത്രയും ക്രൂവലായിട്ട് നിൽക്കുവാണ്. എന്താ വെച്ചാൽ ഇത് മൊത്തം എടുത്തുകൊണ്ട് പോയേ പറ്റത്തോളെന്ന്. പിന്നീട് പ്രസൻറ്റ് ചെയ്യുന്നത് കോമൻ്റെ ആങ്കറിനെ കുറിച്ചാണ്. കോമനും കോമൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ആ ഒരു ദേഷ്യത്തിനെ പാമ്പുകളുടെ ഹിസ്സിങ് സൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. പാമ്പുകളുടെ ഹിസ്സിങ് സൗണ്ട്, അതായത് അവർക്ക് വളരെയധികം ദേഷ്യം തോന്നി. കാരണം അവരുടെ ഡ്രീംസാണ് അവിടെ ബ്രേക്കായി പോകുന്നത് അല്ലേ. ആ ഗ്രെയിൻസ് മൊത്തം കോർട്ട് ഒഫീഷ്യൽസും ലാൻഡ് ലോഡിൻ്റെ ആളുകളും വന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ അവരുടെ ഡ്രീംസ് അവിടെ തകർന്നടിയുവാണ്. അപ്പോൾ അവിടെ സിമിലിയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പറയുന്ന നീലി എന്ന് പറയുന്ന പെൺകുട്ടി കരയുന്നുണ്ട്. അതായത് ആർക്കും ആരെയും അവളുടെ ഫീൽഡിൽ അവൾ ഒരിക്കലും ആരെയും അനുവദിക്കില്ല കയറാനും ഗ്രെയിൻസ് എടുത്തുകൊണ്ട് പോകാനും എന്ന് പറഞ്ഞ് നീലി എന്ന് പറഞ്ഞ പെൺകുട്ടി കരയുന്നുണ്ട്. അതുപോലെ തന്നെ കോമൻ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുവാണ്. ഒരു പുള്ളിപ്പുലിയെ പോലെ അല്ലെങ്കിൽ ലെപ്പേർഡിനെ പോലെ ഭയങ്കരമായിട്ട് റിവോൾട്ട് ചെയ്യുവാണ്, ഫൈറ്റ് ചെയ്യുവാണ് ആളുകളുമായിട്ട്. പിന്നെന്താണ് കാണിക്കുന്നത്, ലാസ്റ്റ് പാർട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് ഓർഡർ വെച്ചിട്ടാണ് ഈ കോർട്ട് ഒഫീഷ്യൽസ് വരുന്നത്. അതൊന്നും ആർക്കറിയില്ല, കോമൻ്റെ കൂടെയുള്ള ആളുകൾക്കും അറിയില്ല. അവർക്ക് അത്രയും എഡ്യൂക്കേഷനും കാര്യങ്ങളും വരെ ഒന്നും ഇല്ല. സോ ആ ഓഫീസേഴ്സിനെ ശരിക്കും പറഞ്ഞ് ഗ്രെയിൻസ് എടുത്തുകൊണ്ട് പോകാൻ വന്ന ഓഫീസേഴ്സിനെ അവിടെ ശരിക്കും പോയിട്ട് അല്ലെങ്കിൽ റോബേഴ്സായിട്ട് ചെയ്തേക്കുവാണ്. കാരണം കമ്പയർ ചെയ്തേക്കുവാണ് റോബേഴ്സായിട്ട്. കാരണം എന്താ, ഈ വേറൊരാളുടെ സ്വത്തിനെ അല്ലെങ്കിൽ ഗ്രെയിൻസിനെ, വേറൊരാളുടെ ഡ്രീംസിനെ റോബ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഈ കോർട്ട് ഒഫീഷ്യൽസ്. കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ പോലും അതെന്താണ്, ഒരു ക്രൂവലായിട്ടുള്ള ആക്ട് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. സോ ഈ നിയമം എന്ന് പറയുന്നത് പൂറായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള കാര്യം മാത്രമാണെന്നാണ് പറയുന്നത്, നമ്മുടെ പോയിട്ട് ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് മിസ് സമ്മറിയാണ് പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനീ പറഞ്ഞേക്കുന്ന ഇമേജസ് എല്ലാം എഴുതണം. പിന്നെ കോമൻ്റെ പിന്നെന്താണ് ഇതിനകത്ത് ആരോമൽ ചേകവരുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഹൂയിസ് ആരോമൽ ചേകവർ എന്ന് വെച്ചാൽ എന്താണ്, നോർത്ത് മലബാറിലെ ഒരു ഹീറോ ആണ്. അദ്ദേഹം ഒരു നല്ലൊരു വാരിയറാണ്. പിന്നെ വിഷുവിനെ കുറിച്ചുള്ള ഇമേജ് പറയണം. പിന്നെന്താണ്, പിന്നെ നീലിയുടെ കാര്യം പറയാം. ഈ പോയത്തിൻ്റെ മൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിംഗ് സീസണിനെ കുറിച്ച് പറയുവാണ്. ആദ്യം നല്ല പ്ലസൻ്റായിട്ട് പറഞ്ഞു പോയിട്ട് പിന്നീട് ലാസ്റ്റ് എന്താണ് വരുന്നത്, അയാൾ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. റീഡേഴ്സിന് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, 6 പാർട്സായിട്ടാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്, അത് മറന്നു പോരുത്. പിന്നെ ഓക്കെ, പിന്നെ കോമൻ്റെ അഗ്രികൾച്ചറൽ ടിപ്സ് എന്തൊക്കെയാണെന്ന്, അതായത് എന്തൊക്കെയാണ് കോമൻ ചെയ്യുന്നത് ഫാമിൽ, അത് മിസ് പറഞ്ഞ പോലെ സീഡ്സ് നടന്നു, റെയിനി സീസണിന് വേണ്ടി കാത്തിരിക്കുന്നു. റെയിനി സീസൺ ആകുമ്പോഴത്തേക്ക് കോമൻ അറിയാം ഇതെല്ലാം പൊട്ടിക്കളിക്കുന്നു. അതുകൊണ്ട് സമ്മർ സീസണിലെ സീഡ്സ് എല്ലാം നട്ടു. പിന്നെ കോമൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അല്ലേ. കാളകളെ വിറ്റ് പോലും സീഡ്സൊക്കെ കോമൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് സോ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു വാശി പോലെ കോമൻ ഒരു കോമ്പറ്റീഷൻ പോലെയാണ് കോമൻ അത് തോന്നുന്നത്. പിന്നെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത്. അയാളുടെ ഡ്രീംസൊക്കെ കണ്ടിരിക്കുവാണ്. അപ്പോൾ ഫാമേഴ്സിൻ്റെ ഒരു പ്ലൈറ്റാണ് ഈ ഒരു പോയത്തിനകത്ത് മൊത്തത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇടശ്ശേരിയെ എന്തെന്ന് വിളിക്കുന്നത്, ദ പോയറ്റ് ഓഫ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിനകത്ത്. താങ്ക് യു ആൾ.